പത്തനാപുരത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷമാകുന്നു. ഒരു മാസത്തിനിടെ നിരവധി പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. പത്തനാപുരം നടുക്കുന്ന് പള്ളിത്തോപ്പിൽ വീട്ടിൽ ഷെഫീഖിന്റെ 7 വയസ്സുകാരനായ മകൻ ഹാഫിസ് ഷെഫീഖിനാണ് അവസാനമായി തെരുവുനായ ആക്രമണത്തിൽ മാരകമായി മുറിവേറ്റത്. കുട്ടിയുടെ കാലുകൾ കടിച്ചുകീറിയ നിലയിലാണ്. സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് കൂട്ടമായി എത്തിയ നായകൾ ആക്രമിക്കുകയായിരുന്നു. കുട്ടിയോടൊപ്പമുണ്ടായിരുന്ന മറ്റു കുട്ടികൾ ഓടി രക്ഷപ്പെട്ടു. കടിയേറ്റ ഫാബിസ് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കൊച്ചുമോന്റെ കാല് കടിച്ചു പറിച്ചെടുത്ത് തെരുവ് നായ്ക്കളെ കുറെ ഇറച്ചിയുടെ വേസ്റ്റ് കൊണ്ട് അവിടെ എവിടെയെല്ലാം കൊണ്ടിട്ട് അത് വന്ന് പട്ടികൾ തിന്നുന്നു. അതന്നെ പട്ടികൾ ശല്യവാ. കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയിട്ട് വന്നപ്പം കടിച്ചു പറിച്ചെടുത്ത് കുഞ്ഞിന്റെ കാല്. 6 വയസ്സേ ഉള്ളവന്, പൊടിക്കുഞ്ഞ. ഞങ്ങൾക്ക് പിള്ളേരെ വളർത്തണ്ടേ, വെളിയിറക്കണ്ടേ, ട്യൂഷന് വിടണ്ടേ, പള്ളി വിടണ്ടേ. കുഞ്ഞുങ്ങളെ വെളിയിറക്കാൻ മേലാത്ത സ്ഥിതിയായിട്ട് വന്നേക്കോ. എൻ്റെ ഒരു കൊച്ചുമോനെ ഇന്നലെ വൈകിട്ട് ഏതാണ്ട് സ്കൂളിൽ പോയിട്ട് വരുന്ന വഴിയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. കാരണം ഈ തെരുവ് നായ്ക്കളുടെ ശല്യം കാരണം ഇവിടെ നിന്ന് നമുക്ക് പുറത്തോട്ടിറങ്ങാനോ സന്ധ്യ കഴിഞ്ഞായാലും പകലായാലും മറ്റുള്ള സമയങ്ങളിൽ ഇതിലേക്കൂടി യാത്ര ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആയി മാറിയിരിക്കുകയാണ് ഇവിടെ. കാരണം ഈ അറവുമാടിൻ്റെ വേസ്റ്റുകൾ, മറ്റുള്ള കോഴി വേസ്റ്റുകൾ, ഇങ്ങനെയുള്ള ഇതെല്ലാം ഈ പരിസരത്തു നിന്ന് പോകുന്ന ഇതിൽ നിന്ന് സൈഡുകളിൽ തട്ടുകയും ഇത് കാരണം ഇവിടെ മറ്റ് പട്ടിയും മറ്റുള്ള ഇതും കൂടുകയും, പന്നിയാണെങ്കിൽ അതിനേക്കാട്ടിലും ബഹളം, മറ്റുള്ള ഒരു കൃഷിയോ മറ്റുള്ള ഇതോ നടത്താൻ പറ്റാത്തൊരവസ്ഥയിൽ അങ്ങനെ ഇവിടുത്തെ അധികാരികളെ ഇതിൽ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടും ഇന്ന് വരെ ഈ ഭാഗത്ത് ഇതിനെപ്പറ്റി ഒരു ശ്രദ്ധയോ മറ്റിതോ ചെലുത്തിയിട്ടില്ല. അടുത്തിടെ കിഴക്കേ ഭാഗം സ്വദേശി ബിനുവിനും തെരുവുനായയുടെ കടിയേറ്റിരുന്നു. കമുകുംചേരി സ്വദേശികളായ ദമ്പതികൾ സഞ്ചരിച്ച ഇരുചക്ര വാഹനത്തിനു മുൻപിൽ തെരുവുനായ കുറുകെ ചാടി വാഹനം മറിഞ്ഞു വീണും പരിക്കേറ്റിരുന്നു. പത്തനാപുരം പിറവന്തൂർ പഞ്ചായത്തുകളുടെ അതിർത്തിയിലും കിഴക്കേ ഭാഗം മാക്കുളം, ചേകം, കടയ്ക്കാമൺ തുടങ്ങിയ ഗ്രാമങ്ങളിലുമാണ് തെരുവുനായകൾ കൂട്ടമായിട്ടുള്ളത്. ഹോട്ടലുകളിലെയും വീടുകളിലെയും ആഹാരാവശിഷ്ടങ്ങളും ഇറച്ചിക്കോഴി ഉൾപ്പെടെ അനധികൃത അറവുശാലകളിലെ മാംസാവശിഷ്ടങ്ങളും റോഡ് വശങ്ങളിൽ കൊണ്ടിടുന്നതാണ് തെരുവുനായ്ക്കൾ പെരുകാൻ കാരണമെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. വീടുകളിൽ നായകളെ വളർത്തിയിട്ട് വേണ്ടാതെ വരുമ്പോൾ വാഹനങ്ങളിലും മറ്റും എത്തിച്ച് ഗ്രാമപ്രദേശങ്ങളിൽ കൊണ്ട് തുറന്നുവിടുന്നതും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. നിരവധി തവണ പഞ്ചായത്തിലും മറ്റ് അധികൃതർക്കും പരാതി നൽകിയെങ്കിലും പ്രശ്നത്തിന് യാതൊരു പരിഹാരവും കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും നാട്ടുകാർക്ക് ആക്ഷേപമുണ്ട്. കൊച്ചുകുട്ടികളെയും മറ്റും വീടിന് വെളിയിലിറക്കുവാനും സ്കൂളിൽ അയക്കുവാനും ഭയക്കുകയാണ് രക്ഷിതാക്കൾ. തെരുവുനായകളുടെ ആക്രമണം രൂക്ഷമായതോടെ നായകളെ പിടികൂടുന്നതിന് അധികൃതർ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം.